എല്ലാ ദൈവജനത്തിനും ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള ആമേൻ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്പസമയം ചിന്തയ്ക്കായി ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഇന്ന് പകലിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ദൂതാണ്. ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. സ്തോത്രം. എക്കാലത്തും കാത്തിരിപ്പിന് വിലയുണ്ട്. സ്തോത്രം. അതാണ് പ്രവാചകനായ യെശയ്യാ പറയുന്നത്, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. കാത്തിരിപ്പിന് എക്കാലത്തും ആമേൻ അതിൻ്റെതായ മഹത്വമുണ്ട്. എവിടെയെല്ലാം ദൈവജനം കാത്തിരുന്നിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവജനം ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റിരുന്നിട്ടുണ്ടോ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ഈ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ഇത് മുഴുവൻ ദൂതാണ്. 3-ാം വാക്യം പറയുന്നു, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. ആമേൻ. അപ്പോ നിന്റെ ദർശനം നിവർത്തിക്കേണ്ട സമയമായി. ഈ ദർശനത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ പൈതലേ, ആമേ, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും. അപ്പൊ വൈകിയാലും എന്ത് ചെയ്യും? നിന്റെ പ്രാർത്ഥന വിഷയം എത്ര വൈകിയെന്ന് പറഞ്ഞാലും നിവർത്തിക്കും. ഇന്ന ദൈവദാസന് ദൂത് പറഞ്ഞല്ലോ, ഇന്ന ആണ്ട് ഇന്ന മാസം ഇന്ന തീയതി നടക്കുമെന്ന് നടന്നില്ലല്ലോ, അത് ദൈവദാസന്റെ കുഴപ്പമല്ല. ദൂത് പറഞ്ഞതും ആയിട്ടുള്ള അഭിഷിക്തന്മാരുടെ കുഴപ്പമല്ല. അത് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിച്ചില്ല എന്നാണ്. ആമേൻ. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ദൈവം നമുക്ക് തരുന്ന സമയം എന്ന് പറയുന്നത് വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. ആ സമയത്തിനകത്തൊരു ദൈവ പൈതൽ ശക്തമായി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുമെങ്കിൽ ആ ദർശനം നിറവേറാൻ പോകുകയാണ്. നിന്റെ ദർശനത്തിന് അവധി വച്ചിട്ടുണ്ട്. അത് 2025 6-ാം മാസമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 6-ാം മാസത്തിൽ നിന്റെ ദർശനം നിറവേറും. ആർക്കും നിന്നെ തകർത്ത് കളയാൻ കഴിയാത്ത ഒരു വാഴ്ത്തത്വമാണ് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. നോക്കിക്കേ, അവിടെ വായിച്ചത് കേട്ടോ, അത് സമാപ്തിയിലേക്ക് എന്ത് ചെയ്യുന്നു? ബന്ധപ്പെടുകയാണ്. ഒരു പ്രാർത്ഥന കൂടെ കയറി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദർശനം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണം. എന്ത് ചെയ്യണം? അടുത്ത് ഇനി വേണ്ടത് ഒരു പ്രാർത്ഥനയാണ്. ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന അറിയിക്കുന്നു, നിന്റെ ദർശനം നിവർത്തിക്കേണ്ട സമയമായി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആമേൻ, എല്ലായ്പ്പോഴും ദൈവത്തിന്റെ മുൻപിൽ നീ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ പ്രാർത്ഥന വിഷയം നിവർത്തിക്കേണ്ട സമയം വാതിക്കൽ അടുത്തിരിക്കുന്നു. അതാ ഇവിടെ പറഞ്ഞത്. ആമേൻ. വൈകിയാലും അതിനായി എന്ത് ചെയ്യണം? കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അതിനായി നീ കാത്തിരിക്കണം, അതിനായി പ്രാർത്ഥിക്കണം, അതിനായി ഉപവസിക്കണം, അതിനായി തന്നെ നിന്റെ ശ്രദ്ധ തിരിക്കണം. ആ ചിന്താ മേഖലയായിരിക്കണം, ആ പ്രാർത്ഥന വിഷയമായിരിക്കണം. എങ്കിൽ ഉറപ്പായിട്ടും ദൂത് പറഞ്ഞത് ഏത് ദൈവദാസനെന്നല്ല, ആ ദൂത് നിവർത്തിച്ചു കിട്ടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ വായിച്ചത്. നമ്മുടെ കണ്ണുകളടയ്ക്കുക, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകലിനായ സ്തോത്രം. ദൈവം അത്ഭുതങ്ങളെ ചെയ്തിട്ടായി നന്ദി. കാത്തിരിക്കുന്ന ജനം കർത്താവേ ദർശനങ്ങൾ പ്രാപിച്ചെടുക്കട്ടെ. അങ്ങയുടെ കരത്തിലേക്ക് താഴ്ത്തുന്നു, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.